നൂറുകണക്കിന് ഓട്ടോകളാണ് എറണാകുളം നഗരത്തിൽ ചീറിപ്പായുന്നത്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് റെക്സണും അദ്ദേഹത്തിൻ്റെ ബ്ലഡ്മാൻ എന്ന ഓട്ടോയും. അത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഈ വാട്സപ്പൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായി. അതിൽ ഇതേപോലെ തന്നെ ആരുടെ ഒരു ഇതിനകത്ത് ബ്ലഡ്മാൻ എന്നുള്ളൊരു പേര് കണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, രക്തമനുഷ്യൻ, എന്തായാലും നമ്മൾ രക്തമാണ് കൊടുക്കണത്. എന്നാൽ പിന്നെ ആ ഒരു പേരിൽ ഞാനും അങ്ങനെ ചെയ്തു. ഞാൻ 2000 ജാനുവരി 1 എൻ്റെ 18 വയസ്സിൽ ആണ് സ്റ്റാർട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ തന്നെ അടിപിടി കേസിൽ പെട്ടിട്ട് പുള്ളിക്കൊരു കുത്തുകൊണ്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ എമർജൻസി ആയിട്ട് A-നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം. എൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് അങ്ങനെ ആരെയും കിട്ടാണ്ട് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ A-നെഗറ്റീവ് ആണ് ഗ്രൂപ്പ്. അങ്ങനെ പിന്നെ അവരോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അന്ന് വെയിറ്റ് ചെയ്യേണ്ട 55 കിലോ വേണം. ഞാൻ 52 കണ്ടുള്ളൂ തോന്നുന്നു, 52-51. അവരെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് എടുപ്പിച്ചാണ്. ജാനുവരി 1 വന്നപ്പോഴത്തേക്കും 25 വർഷവും 100 പേർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ 100ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. ഇതിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണത്, ഇപ്പം നമ്മളൊരു 10 പേര് കണ്ടെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കാൻ തോന്നട്ടെ എന്ന് ഓർത്തിട്ടാണ് എഴുതി വെക്കണത്. അത് ഇതിനകത്ത് മാത്രമല്ല, എൻ്റെ ബൈക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാനായിട്ട് കുറേ പേര് മുന്നോട്ട് വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വിളിക്കും. ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ പോസിറ്റീവ് ഗ്രൂപ്പൊക്കെ ഏകദേശം കോമൺ ആണ്. അപ്പോൾ ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കാറ് ഫാമിലി ആരില്ലെന്ന് പറയാം. ചില ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, എനിക്ക് പേടിയാണ്. ആലുവയിലൊരു ഹിന്ദിക്കാരൻ്റെ കൊച്ചിനെ പീഡിപ്പിച്ച് വന്നൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരാളും പോയില്ല. അപ്പോൾ ചാലക്കുടിയിലുള്ള ഒരാളാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓട്ടോയുടെ പുറയിൽ എങ്ങാണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇത് കണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറയിലും ഇത് എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാഹചര്യവും സൗകര്യമൊക്കെ ഒത്തു വന്നത് ഇപ്പോൾ ഒരു 1-1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളും ഇത് ചെയ്യണത്. ഒരാളുടെ കയ്യിൽ നിന്ന് 10 ദിവസം മേടിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുക, തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കുക. എനിക്ക് ചെറുപ്പത്തിലുള്ളൊരാഗ്രഹമായിരുന്നു ആൾക്കാരെ സഹായിക്കണം എന്നുള്ളത്, പൈസ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. ഞാൻ പൈസക്കാരനും അല്ല. പക്ഷേ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പ്രതിഫലം മോഹിച്ചൊന്നും ചെയ്യണതല്ല. ഒരിക്കലും ഒരാളോടും 10 പൈസ ചോദിക്കുകയില്ല. തന്നിട്ടുണ്ടെങ്കിൽ നിരസിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആൾക്കാരോട് അത്രയും നിർബന്ധിച്ചാൽ പറയും. ഞാനിടക്ക് ഫുഡ് കൊടുക്കാറുണ്ട് മറ്റേ ട്രിവാൻഡ്രം RCCയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഊണിന് 50 രൂപയാണ്. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തന്നെ പറയാറുള്ളൂ. അമൃത ഹോസ്പിറ്റലല്ലേ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ ബൈസ്റ്റാൻഡറെ വിളിക്കാം, സ്വന്തമായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഓട്ടത്തിലാണ് റെക്സണും അദ്ദേഹത്തിൻ്റെ ഓട്ടോയും. ആന്റണി ഗ്രീർക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.